ഹായ്, ബിസ്ക്കസ് ഡയറിയിലേക്ക് വീണ്ടും സ്വാഗതം. എൻ്റെ പേര് മിന്നു. അപ്പോൾ എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം, സപ്പോർട്ട് ചെയ്യാം, ലൈക്ക് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അതിൽ കമൻറ്റായി ചെയ്യാം. ഓക്കെ. അപ്പം ഇതിന് മുമ്പുള്ളതിലൊക്കെ നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് പറയാൻ പോകുന്നത് എൻ്റെ മദ്രസയിലെ കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ മദ്രസയിൽ മദ്രസയിൽ 4-5 എന്നാണ് പറയാം. നമ്മൾ സ്കൂളിൽ പോകുമ്പോൾ പറയുന്നുണ്ട് എന്താ വെച്ചാൽ 3-4 ക്ലാസ് മുതലേ സ്കൂളിൽ നടന്നു പോകാം, കുറേ നടക്കാനുണ്ട്. അപ്പം ഒരു 5, 6, 7 പഠിക്കുന്ന കുട്ടികളുടെ കൂടെ കുറേ താത്തമാരോടെയാണ് പോവാം. അപ്പോൾ ഇവർ തലേദിവസം ചില തിങ്കളാഴ്ച പോകുമ്പം പിന്നെ ഇവർ എന്തായാലും ഞായറാഴ്ച മാത്രമല്ല, സൺഡേ വൈകുന്നേരം 4 മണിക്കൊരു സിനിമ ഉണ്ടായിട്ടുണ്ടല്ലോ, അത് മാത്രമേ സിനിമ ആയിട്ടുണ്ടാകും. അപ്പോൾ അത് കണ്ടിട്ട് ഇങ്ങനെ കഥ പറഞ്ഞിട്ടാണ് പോവാം. ഞാനൊക്കെ ഇങ്ങനെ കേട്ടിട്ട് പോകുന്നു, മനസ്സിലാവാൻ ചെയ്യില്ല. അപ്പോൾ ഇവരിങ്ങനെ കഥ പറഞ്ഞിട്ട് എല്ലാവരും കണ്ടിട്ടുണ്ടാവും, പക്ഷെ അത് അവരിങ്ങനെ പറഞ്ഞിട്ട് ചിരിക്കുന്നുണ്ടാവും. അങ്ങനെയാണ് പോവാം. അങ്ങനെ പോവും. പിന്നെന്താ പറയുക, അപ്പോൾ മദ്രസയിൽ 4-ാം ക്ലാസ്സിലെത്തി. അപ്പോൾ 4-ാം ക്ലാസ്സിൽ എനിക്കിപ്പോൾ ഉസ്താദന്മാരെ ഭയങ്കര പേടിയാണ് കേട്ടോ. പ്രത്യേകിച്ച് എൻ്റെ വിചാരം ഈ ഉസ്താദന്മാർക്ക് നമ്മളിങ്ങനെ നോക്കിയാൽ നമ്മളെ കള്ളം പറയുകയാണോ മനസ്സിലാവും, അങ്ങനെയൊക്കെ ഉണ്ടെന്നാണ്. പക്ഷെ അങ്ങനെയൊക്കെ ഉണ്ട്. അങ്ങനെയല്ല, ഒരു കള്ളത്തരം കേട്ടാൽ ഏതൊക്കെ മനസ്സിലാവില്ല. പക്ഷെ ഞാൻ വിചാരിക്കും നമ്മളെ മുഖം നോക്കിയാൽ മനസ്സിലാവും, അങ്ങനെയല്ല. അപ്പോൾ 4-ാം ക്ലാസ് മുതൽ ഉസ്താദ് എല്ലാം ചോദിക്കും. നിസ്കരിച്ചവർ നമുക്ക് രാത്രി, ചില ദിവസം രാത്രിയും രാവിലെയും മദ്രസയുണ്ടാവും, ചില ദിവസം രാത്രി മാത്രം. എങ്ങനെയാണ്? അപ്പോൾ രാവിലത്തെ മദ്രസയിൽ ചോദിക്കും, സുബഹ നിസ്കരിച്ച ആൾ സുബഹ എത്ര മണിക്ക് നിസ്കരിച്ചു, അങ്ങനെ ചോദിക്കും. രാത്രി ആയാലും എല്ലാം നിസ്കരിച്ചിനും അങ്ങനെയൊക്കെ ചോദിക്കും. അപ്പോൾ പിന്നെ ചില ആൾക്കാർ ഭയങ്കര കള്ളം പറയുമേ നിസ്കരിച്ചെന്നുള്ളത്. പിന്നെ പക്ഷെ അതൊക്കെ ഭയങ്കര പേടിയാണ് കള്ളം പറയാനേ. ഞാൻ വിചാരിക്കും കള്ളം പറഞ്ഞാലോ എന്താണ് പിടിക്കുമല്ലോ. അതുകൊണ്ട് ഞാനെന്ത് ചെയ്യുന്നത്, നിസ്കാരം എന്ന് ശരിക്കും അറിയില്ല അന്നേരം. അപ്പോൾ എന്ത് ചെയ്യുന്നറിയാം, നിസ്കാരത്തിൻ്റെ ആ ഒരു ഫോർമാറ്റില്ലേ, ഇങ്ങനെയാണെന്നുള്ളത് 4 റക്അത്ത് വരുമ്പോൾ 3 റക്അത്ത് മരിബ് അന്നേരം ആവില്ലല്ലോ. സുബഹ്, അസർ, ളുഹർ അത് 3 നിസ്കരിക്കണമല്ലോ. പിന്നെ മരിബ് മദ്രസയിൽ നിന്ന് അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് തന്നെ, ചിലപ്പോൾ ആ മദ്രസയിൽ വീട്ടിൽ തന്നെയാണ് ഈ കഥ പറയുമ്പോൾ. അപ്പോൾ അതൊക്കെ നിസ്കരിക്കണം. അപ്പം ഞാനെന്ത് ചെയ്യുന്നത്, ആ ചൊല്ലിയിട്ടില്ലെങ്കിലും അതിങ്ങനെ 4 വട്ടം 4 റക്അത്തും അങ്ങനെ ആക്കും, 3 റക്അത്തും അങ്ങനെ ആക്കിയിട്ട് അത് തീർക്കും. ഞാൻ എൻ്റെ മനസ്സിൽ ഉറപ്പിക്കാനാണ് നിസ്കരിച്ചു എന്നുള്ളത്, ഉസ്താദിനോട് കള പറയുന്ന പേടിച്ചിട്ട്. അപ്പോൾ പിന്നെ അതിന് വേണ്ടിക്ക് അങ്ങനെ ചെയ്യും. ഫാത്തിഹ ഓതുവേ, പക്ഷെ എന്നാലും കറക്റ്റായിട്ട് നിസ്കാരം ഒന്നും അറിയില്ല അപ്പം അന്നേരം ആ സമയത്ത്. അപ്പം അപ്പോൾ മദ്രസയിലത്തെ ഉസ്താദ് ചോദിക്കും നിസ്കരിക്കാത്തവർ നിൽക്കുമെന്ന് പറയും. അപ്പോൾ ചില ആൾക്കാർ നിസ്കരിച്ചിട്ടുണ്ടോ, അവരെന്നെ പറയും ഞാൻ നിസ്കരിച്ചില്ല. പക്ഷെ എന്നാലും അവർ നിസ്കരിച്ച് നട്ടിരിക്കുക. പക്ഷെ നമുക്ക് ഭയങ്കര പേടിയാണ്. അവിടെ ഞാൻ അങ്ങനെ ഒരു നിസ്കരിക്കും. അവിടെ പക്ഷേ എന്തൊക്കെ സംഭവം എന്ന് വെച്ചാൽ ഇപ്പോൾ പണ്ടേ അല്ലാണ്ട് മൂത്ത ആൾക്കാരെല്ലാം പറയുന്നേക്കാം നമ്മൾ കള്ളം പറയാൻ പാടില്ല, കള്ളം പറയാനേ പാടില്ല. പിന്നെ ആരതും മോഷ്ടിക്കരുത്, ആരൊന്നും കക്കാൻ പാടില്ല, ആരും ഉപദ്രവിക്കാൻ പാടില്ല, കള്ളം പറയരുത്. 2 അക്ഷരങ്ങൾ പഠിച്ചാൽ മതി, വേറെ ഒന്നും അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. ആ 2 അക്ഷരം വെച്ച് പഠിക്കുക എന്നുള്ളതാണ്. ഞാൻ നിങ്ങൾക്ക് വേണ്ട എന്ത് വേണമെങ്കിലും ചെയ്തു. ഇപ്പം നേരം ഗൾഫിലാണ്. ഞാൻ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്തിരും പഠിപ്പിന് വേണ്ടിയിട്ടുള്ളത്. ഇപ്പം നിങ്ങൾ 2 അക്ഷരം പഠിച്ചാൽ മതി. നിങ്ങൾക്ക് പഠിക്കണം എന്ന് തോന്നുമ്പോൾ കടം വാങ്ങിയിട്ടാണെങ്കിലും ഞാൻ നിങ്ങളെ പഠിപ്പിക്കും. പക്ഷെ നിങ്ങൾ 2 അക്ഷരം പഠിക്കുക. ഒന്നും തന്നെയായാലും നിങ്ങൾ കള്ളം പറയരുത്, പിന്നെ ആരത് കക്കുകയും ചെയ്യരുത്, അങ്ങനെ പറയാം. ഇതെപ്പോൾ വെറും കളിയാക്കാൻ 2 അക്ഷരം നമ്മളിങ്ങനെ വെറുതെ 2 അക്ഷരം പഠിക്കുക, 2 അക്ഷരം പഠിക്കുക അങ്ങനെ പറയാം. ഇപ്പോൾ ഗൾഫിൽ നിന്ന് വന്നാൽ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുക. ഇതിപ്പോൾ ഇങ്ങനെ പറയുന്നേക്കാം കള്ളം. ഉപ്പാക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്തതാണ് ഈ കള്ളം പറയുന്നത്. അതുകൊണ്ട് അൽഹംദുലില്ലാ ഒരു ശീലം. കള്ളം എന്താണ്, നമുക്ക് കള്ളം അങ്ങനെ പറയില്ല, കള്ളം പറയലുണ്ട്. നല്ലതിന് വേണ്ടി കള്ളം പറയാമെന്നാണല്ലോ, അങ്ങനെ കള്ളം പറയലുണ്ട്. അല്ലാണ്ട് ആർക്കും ദോഷം ചെയ്യുന്ന രീതിയിൽ കള്ളത്തരമൊന്നും അൽഹംദുലില്ലാ ഇതുവരെ ചെയ്തിട്ടില്ല. ഇനിയും അങ്ങോട്ട് ചെയ്യാതിരിക്കാൻ കഴിയട്ടെ, അത് തൗഫീഖാകട്ടെ. എൻ്റെ സഹോദരങ്ങളായാലും എൻ്റെ ചുറ്റുമുള്ളവരും ഇതുവരെ ജീവിച്ചത് അങ്ങനെയാണ്, ഇനിയും അങ്ങനെ ആട്ടെ. അപ്പോൾ കള്ളം പറയലില്ലേ. അപ്പോൾ ഉസ്താദ് പറയുന്നുണ്ട് അതിന് വേണ്ടിക്ക് ഞാൻ നിസ്കരിക്കും. പിന്നുള്ളത് ഈ സിനിമ ഞാൻ പറയില്ല, 4-ാം ക്ലാസ് ഉസ്താദ് ചോദിക്കും, എല്ലാം വൈകുന്നേരം ചോദിക്കും. എന്നിട്ട് ആ സിനിമയാണ് ഞായറാഴ്ച. അപ്പോൾ ഉസ്താദ് ചോദിക്കും സിനിമ കണ്ടവർ നിൽക്കുക എന്ന് പറയും. അപ്പം ഞാൻ കണ്ടില്ലെങ്കിൽ ഞാൻ നിൽക്കുവേ. പിന്നെ ഇപ്പോൾ ഉള്ളവരല്ലേ കള്ളം പറഞ്ഞിട്ടിരിക്കും, മനക്ക് പേടി. ഞാൻ ഒരിക്കലും വിചാരിക്കുന്നത് ഇരുന്നേക്കാം,
അടിക്കും ഉസ്താദ്, അതിന് വേണ്ടിക്ക് അതിനാണ് അത് പഠിച്ചിട്ടാണ്. പിന്നെ അപ്പോൾ ഇവരെല്ലാം കാളിലിങ്ങനെ ഉറപ്പിച്ചിട്ട് അവിടെ ഇരിക്കുമോ, ഒരു ഇതുണ്ടാവില്ല. ഉസ്താദ് ഇങ്ങനെ ചോദിക്കുന്നത് കണ്ടില്ല ആരും ഉണ്ടാവില്ല. പക്ഷെ ഞാൻ നിൽക്കലുണ്ട്. ഒരു ദിവസം നോക്കുന്നപ്പോൾ ഞാൻ മാത്രം, പിന്നെ പുറത്ത് വെക്കും, ക്ലാസ്സിൻ്റെ പുറത്ത് വെക്കും സിനിമ കണ്ടാൽ. അപ്പോൾ ഞാൻ മാത്രം എന്നോട് പറഞ്ഞൊരു കാര്യം ചെയ്യും, നീ സദർ ഉസ്താദിൻ്റെ അടുത്ത് പോകാം. ആ സദർ ഉസ്താദിൻ്റെ മദ്രസ എന്ന് പറയുന്നത് കുറച്ച് നടക്കാനുണ്ട്, അങ്ങോട്ട് നടക്കാനുണ്ടേ. അപ്പം എന്നോട് തന്നെ രാത്രിയാണ് നേരം, രാത്രി മദ്രസ മാരബിന് ശേഷം എന്നോട് പോയിട്ട് സദർ ഉസ്താദിനെ കണ്ടിട്ട് പിന്നെ പറ ആ സിനിമ ഉണ്ടെന്നല്ലോ, സദർ ഉസ്താദ് എന്താ പറയും നോക്കട്ടെ, ചിലപ്പോൾ എനിക്ക് ടി സി തരും. എല്ലാം പറഞ്ഞിട്ട് പേടിപ്പിച്ച് എനിക്ക് കരച്ചിലും വരുന്നു, പേടിയും വരുന്നു. അങ്ങനെ പോകാൻ തയ്യാറാണോ, പിന്നെ ഒന്നും പറയാൻ കഴിയില്ല. ഞാൻ പറഞ്ഞാൽ പോകാമെന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ പുറത്ത് നിൽക്കുന്ന പറഞ്ഞു. അങ്ങനെ പുറത്ത് നിന്ന് അങ്ങനെ കുറേ സമയം എന്നാൽ വിട്ടു വന്നു സദർ ഉസ്താദിൻ്റെ അടുത്തേക്ക്. ഞാൻ നന്ദി വേണ്ടി രാത്രി ഞാനിങ്ങനെ നോക്ക്, എന്നിട്ട് എന്നോട് വൈകി ഉസ്താദ് പറഞ്ഞു അവിടെ നിൽക്കിയതിന് സിനിമ കാണാൻ പാടില്ല, അങ്ങനെ ക്ലാസ് എടുത്ത്. അങ്ങനെയാണ് ഒരു കഥ. പിന്നെ മദ്രസേൻ്റെ ഒരു ഓർമ്മ എന്ന് പറയുന്നത്, പിന്നെ ഒരു മദ്രസേൻ്റെ ഒരു ഓർമ്മ ഉള്ളത് എന്താണെന്ന് വെച്ചാൽ, എൻ്റെ വേറെന്താണ്, ഞാനൊരു കുട്ടീൻ്റെ, അപ്പോൾ ഉസ്താദ് ഒരു പാടെല്ലാം നോട്ടെല്ലാം എഴുതി തരുമല്ലോ. നോട്ട് എഴുതി കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം എത്തുമ്പോൾ പറയും എല്ലാവരും എണീക്കുന്നത്. അങ്ങനെ എണീച്ചെല്ലാവരും ആ പാഠം പഠിച്ചവരിയ്ക്കും പറയും. ആ പാഠം പഠിച്ചവരിയ്ക്കും എന്ന് പറഞ്ഞിട്ട് എല്ലാവരും ഇരിക്കും, പഠിച്ചവരിയ്ക്കുവേ. അപ്പോൾ ഒരു കുട്ടി ഉണ്ടാവും, ആ കുട്ടിക്ക് പഠിക്കാൻ കഴിയില്ല, സങ്കടം വരും. കുട്ടി മാത്രം ഇങ്ങനെ നിൽക്കുമ്പോൾ കുറേ സമയം വെയിറ്റ് ചെയ്യും. അങ്ങനെ അവളും പഠിച്ചിട്ടിരിക്കും. പിന്നെ എന്താണ്, ഞാൻ ലേറ്റായിട്ട് വരാം. ഞാനൊരു ഫ്രണ്ടുണ്ടേ, അവളിങ്ങനെ ലേറ്റായിട്ട് വരെ. അങ്ങനെ ലേറ്റായിട്ട് വന്നിട്ട് നമ്മളെന്താ വിളിക്കലുണ്ട് അന്നേരം, എന്താണ് ലേറ്റായിട്ട് വരുന്നുണ്ട് പേര് വിളിക്കലുണ്ട്. ഒരു ഉസ്താദ് ഒരു പറഞ്ഞാലും അടി കിട്ടിയാലും നമ്മൾ നന്നാണ്ടേ, പക്ഷെ നമുക്കറിയില്ല നമ്മൾ ലേറ്റായിട്ട് വരുന്നതെന്നറിയാം, പക്ഷെ എന്നാലും നമ്മൾ ലേറ്റാവും. അങ്ങനെ അടിച്ചിട്ട് കയറ്റും. അതാണൊരു കാര്യം. പിന്നെ ഉള്ളതെന്താണെന്നിപ്പോൾ പറയാം. ഓക്കെ, അപ്പം മിന്നുവിൻ്റെ കഥ കഴിയുന്നില്ല, ഇനിയും വരും. ഓക്കെ, ബൈ ബൈ.